നമസ്കാരം. 2026 ജനുവരി 18 മുതൽ ജനുവരി 24 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനും ശ്രദ്ധിക്കണം. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ദൂരദേശ യാത്രകളും വേണ്ടിവരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ബിസിനസ്സിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ലോണുകൾ പാസ്സാകുന്നതാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും. അമ്മയിൽ നിന്നും സഹായം ലഭിക്കാം. സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം ഉണ്ടാകും. ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഉദരക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതാണ്. ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് ഇടയാകും. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും. ദൂരദേശ യാത്രകളും വേണ്ടിവരും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. ശത്രുശല്യം കുറയും. സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും. സന്താനങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. നെഞ്ചരിച്ചിലും ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട്. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ഏതൊരു തീരുമാനവും മറ്റുള്ളവരുമായി കൂടി ആലോചിച്ച് എടുക്കേണ്ടതാണ്. അച്ഛൻ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം. കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതാണ്. മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനാകണം. സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണകരമാണ്. ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കണ്ണ്, ചെവി, പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം. മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടാകുന്നതിനും അവയെ കഠിന പ്രയത്നം കൊണ്ട് തരണം ചെയ്തു പോകാനും ആകും. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായും വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധ പുലർത്തണം. മതിയായ രേഖകൾ പരിശോധിച്ചതിന് ശേഷം ധനമിടപാടുകൾ നടത്താവൂ. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കും. അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഫുഡ് പോയ്സൺ വന്നുപെട്ടേക്കാം. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. ദേവിക്ക് കടുംപായസം, നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ചെയ്യുക. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ നല്ല ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടും. മത്സരബുദ്ധി വർദ്ധിക്കുന്നതിന് ഇടയാകും. കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രൊഫഷണൽസിന് ഗുണകരമാണ്. വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും. ദൈനംദിന പ്രവൃത്തികളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ്. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ്. എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. രോഗശമനം ഉണ്ടാകുന്നതിനും ചികിത്സകൾ ഫലിക്കുന്നതുമാണ്. എന്നിരുന്നാലും
ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുകയും ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. കന്നിക്കൂറ്. ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും ധനനിക്ഷേപങ്ങൾക്കും ഇടയാകും. സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നത് വഴി സന്തോഷിക്കാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ആത്മീയ താൽപ്പര്യം വർദ്ധിക്കും. സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നത് വഴി സന്തോഷമുണ്ടാകും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ശത്രുശല്യം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബിസിനസ് രംഗം ഗുണകരമായിരിക്കും. മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചില നിയമക്കുരുക്കുകൾ വന്നുപെടാൻ ഇടയുണ്ട്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ഉദരക്ലേശങ്ങൾക്കും കാൽപാദങ്ങൾക്ക് വേദന, സന്ധിവേദന എന്നിവയും പ്രതീക്ഷിക്കാം. മഹാവിഷ്ണുവിന് തൃക്കൈവെണ്ണ സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. തുലാക്കൂറ്. ചിത്രയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിന പ്രയത്നത്താൽ സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകണം. പുതിയ സംരംഭങ്ങൾ പ്രാവർത്തികമാകും. ധനസ്ഥിതി വർദ്ധിക്കുന്നതാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അവ ക്രയവിക്രയം ചെയ്യുന്നത് വഴിയോ അവയിൽ നിന്നും ധനാഗമനവും ഉണ്ടാകുന്നതാണ്. കാർഷിക ആദായം പ്രതീക്ഷിക്കാം. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ്. സഹോദരങ്ങളുടെ സഹായവും ലഭിക്കും. ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ അവസരമുണ്ടാകും. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ചെയ്യുക. വൃശ്ചികക്കൂറ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പുതിയ ആശയങ്ങൾ ഉടലെടുക്കുകയും അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും. കഠിന പ്രയത്നത്താൽ ഫലം കാണാനാകും. മറ്റുള്ളവരുമായി തർക്കങ്ങൾക്ക് ഇട നൽകരുത്. ആശയവിനിമയ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ബാധ്യതകൾ തീർക്കാനാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം ലഭിക്കുന്നതാണ്. ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകളോ അലർജി പ്രശ്നങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് കഠിന പ്രയത്നത്താൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും വന്നുചേരും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും ചില കാര്യങ്ങൾക്ക് ആശ്വാസവും ഉണ്ടാകും. അച്ഛനിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാം. വാക്കുകൾക്ക് മൂർച്ച കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുൻകോപം, എടുത്തുചാട്ടം എന്നിവ ദോഷങ്ങൾ ഉണ്ടാക്കും. എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനം അനായാസേന സാധ്യമാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. എന്നിരുന്നാലും ശാരീരിക മുറിവുകളോ ചതവുകളോ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുകയും വിവിധ മേഖലയിൽ അധികാരപ്രാപ്തിക്കും സാധ്യത കാണുന്നുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നതിനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ഇടയാകും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം.
ബിസിനസ് രംഗത്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശത്രുശല്യം വർദ്ധിക്കാം. എതിർലിംഗക്കാരുമായുള്ള സൗഹൃദം അപവാദങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. ഉള്ള രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെങ്കിലും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ ശാരീരിക ക്ലേശങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട്. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും മഹാദേവന് പിൻവിളക്ക് എന്നിവയും സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബിസിനസ് ഗുണപ്രദമായി മുന്നോട്ട് നീങ്ങുന്നതാണ്. പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതാണ്. പിഴ അടയ്ക്കേണ്ടതായി വന്നേക്കാം. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. വിവിധ ആവശ്യങ്ങൾക്കായി അപ്രതീക്ഷിതമായി ധനച്ചിലവുകൾ വന്നു ചേരും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അപവാദങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസം നേരിടുന്നതാണ്. ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ധനം കടം കൊടുക്കരുത്. ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. ശത്രുശല്യം വർദ്ധിക്കാം. നേത്ര സംബന്ധമായ അസ്വസ്ഥതകളും കാൽപാദങ്ങൾക്ക് വേദന എന്നിവ ഉണ്ടാകുന്നതാണ്. ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക. മീനക്കൂറ് പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം. കർമ്മരംഗത്ത് പുരോഗതി, മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കുന്നതിനും ഇടയാകും. ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും. ബിസിനസ്സിലോ സർക്കാർ സംബന്ധമായ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ശത്രുവിനെ പരാജയപ്പെടുത്താനാകും. വ്യവഹാരങ്ങൾ വഴി ധനനേട്ടം ഉണ്ടാകും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ഊഹക്കച്ചവടത്തിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയം. അമ്മയിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. അമ്മയുടെ ബന്ധുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താൻ ആകും. സഹോദര സഹായം ലഭിക്കും. ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും. രോഗശമനം ഉണ്ടാകുമെങ്കിലും ഉദരക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്.